ഭയം എവിടെ നിന്നാണ് വരുന്നത്? ധൈര്യത്തിൻ്റെ രഹസ്യം കണ്ടെത്തിയ ചെറിയ മുയലിൻ്റെ കഥ. ഒരു വലിയ കാട്ടിൽ ഒരു ചെറിയ മുയൽ ജീവിച്ചിരുന്നു. അവൻ വളരെ നല്ലവനായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവൻ എല്ലാത്തിനെയും ഭയപ്പെട്ടു. കാറ്റ് ശക്തമായി വീശിയാൽ ഭയം, ഇലകൾ അനങ്ങിയാൽ ഭയം, പുതിയ വഴിയിലൂടെ പോകേണ്ടി വന്നാൽ ഭയം. മറ്റു മൃഗങ്ങൾ അവനെ പരിഹസിച്ചില്ല. പക്ഷേ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ കുഞ്ഞൻ മുയൽ വളരെ ഭയമുള്ളവനാണെന്ന്. ഒരു ദിവസം അവൻ ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ടിരുന്ന ഒരു വയസ്സായ മൂങ്ങയെ കണ്ടു. മൂങ്ങ കാട്ടിലെ ജ്ഞാനിയായിരുന്നു. മുയൽ ചോദിച്ചു, മൂങ്ങച്ചാ, എനിക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഭയം? മൂങ്ങ പുഞ്ചിരിച്ചു. ഇന്ന് രാത്രി എന്നോടൊപ്പം വരൂ. രാത്രിയായപ്പോൾ അവൻ കാട്ടിലൂടെ നടന്നു. ചന്ദ്രപ്രകാശം മരങ്ങൾക്കിടയിലൂടെ വീഴുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മുയൽ ഒരു വലിയ നിഴൽ കണ്ടു. അവൻ വിറയ്ക്കാൻ തുടങ്ങി. അയ്യോ, അവിടെ ഒരു ഭീകരജീവി! മൂങ്ങ ശാന്തമായി അവനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുത്തെത്തിയപ്പോൾ മനസ്സിലായി അതൊരു പഴയ മരക്കൊമ്പായിരുന്നു. മുയൽ ലജ്ജിച്ചു. മൂങ്ങ ചിരിച്ചു. നീ കണ്ടത് മരക്കൊമ്പല്ല, നിന്റെ ഭയത്തിൻ്റെ രൂപമാണ്. മുയൽ അത്ഭുതപ്പെട്ടു. അവർ കുറച്ചുകൂടി നടന്നു. ഇപ്പോൾ ഒരു ശബ്ദം കേട്ടു. വീണ്ടും മുയൽ പേടിച്ചു. പക്ഷെ ഇത്തവണ അത് വെറും കാറ്റിൽ വീണ ഒരു പഴം മാത്രമായിരുന്നു. മൂങ്ങ പറഞ്ഞു, മിക്ക ഭയങ്ങളും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കാൾ മനസ്സിൽ സൃഷ്ടിക്കുന്ന കഥകളാണ്. മുയൽ നിശബ്ദനായി. മൂങ്ങ തുടർന്നു, ഭയം പലപ്പോഴും അജ്ഞതയിൽ നിന്നാണ് വരുന്നത്. ഇരുട്ടിൽ ഒരു കയർ കണ്ടാൽ അത് പാമ്പാണെന്ന് തോന്നുന്നു. വെളിച്ചം വന്നാൽ സത്യം കാണാം. മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം ആത്മാവാണ്. ആത്മാവിന് ഭയമില്ല, പക്ഷേ മനസ്സ് അറിയാത്ത കാര്യങ്ങളെ ഭയപ്പെടുന്നു. ജ്ഞാനം വർദ്ധിക്കുമ്പോൾ ഭയം കുറയുന്നു. ബോധം വർദ്ധിക്കുമ്പോൾ ധൈര്യം വളരുന്നു. മൂങ്ങ അവസാനം പറഞ്ഞു, ധൈര്യം എന്നത് ഭയമില്ലായ്മയല്ല, ഭയമുണ്ടായിട്ടും മുന്നോട്ട് നടക്കാനുള്ള കഴിവാണ്. അന്ന് രാത്രി മുയൽ ഒരു വലിയ സത്യം മനസ്സിലാക്കി. ഭയത്തെ തോൽപ്പിക്കാൻ അവന് പുതിയ ശക്തി വേണ്ടിയിരുന്നില്ല, കൂടുതൽ വെളിച്ചം മാത്രമാണ് വേണ്ടിയിരുന്നത്. ജ്ഞാനത്തിൻ്റെ വെളിച്ചം, ബോധത്തിൻ്റെ വെളിച്ചം. അന്നു മുതൽ അവൻ ജീവിതത്തെ കുറച്ചുകൂടി ധൈര്യത്തോടെ കാണാൻ തുടങ്ങി.